ഹലോ മക്കളെ, വേനൽക്കാലം എന്ന് പറഞ്ഞാൽ മാങ്ങക്കാലം കൂടിയല്ലേ. നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റിയ ഒരു കടുമാങ്ങ അച്ചാർ നോക്കിയാലോ. ഇത് മാങ്ങ നല്ല നീളത്തിലരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു ദിവസം പഴക്കമുള്ള മാങ്ങയാണ്. അത് നന്നായി വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ സ്വല്പം കടുകിട്ട് ചെറിയ തീയിലൊന്ന് ചൂടാക്കിയെടുക്കണം. ഭയങ്കരമായിട്ട് അത് മൂക്കണ്ട, ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ചെറിയ ചൂട് നമുക്ക് ഫീൽ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇത് ഒന്നെങ്കിൽ ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കല്ലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ പരിപ്പെല്ലാം നമുക്ക് വേറെ ആയിട്ട് കിട്ടും. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, പരിപ്പ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇനി നമുക്ക് നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങയിൽ നിന്ന് വെള്ളവും മാങ്ങയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അരിപ്പയിലൂടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് നമുക്ക് താഴെ ആ വെള്ളമെല്ലാം ശേഖരിക്കും. കണ്ടില്ലേ, ആ വെള്ളമെല്ലാം താഴെ നമുക്ക് വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3-4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിനാവശ്യമായ കായം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. നമുക്കിത് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇളക്കിയ ശേഷം നമുക്ക് ആ കടുക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2-3 പിടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ കുറവല്ലേ എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഞാൻ അത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായി തിളപ്പിച്ച് ആറിയ വെള്ളം വേണം ഒഴിക്കാൻ. ഒട്ടും ചൂട് പാടില്ല. നല്ലതായിട്ട് തിളപ്പിച്ച് തണുത്ത വെള്ളം അതിലേക്ക് ഒഴിച്ച് നമുക്ക് എത്ര ചാറാണോ നമുക്ക് വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി എന്താ പണി? ഇനി ഒരു പണിയുമില്ല. നമ്മൾ നേരത്തെ വെച്ച അരിഞ്ഞു വെച്ച മാങ്ങ ഇതുമായിട്ട് യോജിപ്പിക്കുകയേ വേണ്ടുള്ളൂ. ഇതുപോലെ നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കടുമാങ്ങ അച്ചാർ റെഡിയാണ്. കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ നന്നായിട്ട്, അല്ലാതെ വെറുതെയോ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മാങ്ങ അച്ചാറാണിത്. ഇനി അതൊരു എയർ ടൈറ്റായി നല്ല ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത കുപ്പിക്കകത്ത് എടുത്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഈ കുപ്പി ഞാൻ കഴുകി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയ കുപ്പിയാണ്. നമുക്ക് ആ മാങ്ങ അതിൻ്റെ അകത്ത് വെച്ച് അടച്ച് വെക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഒന്ന് അഭിപ്രായം പറയണേ.